T20 ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് ബംഗ്ലാദേശ്. ഇന്ത്യയിലെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കി. ശ്രീലങ്കയിലേക്ക് മത്സരങ്ങൾ മാറ്റണമെന്നാണ് ബംഗ്ലാദേശ് വീണ്ടും ആവശ്യപ്പെടുന്നത്. പകരം സ്കോട്ട്ലൻഡിനെ പങ്കെടുപ്പിച്ചേക്കും. മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ നൽകാൻ. മഹേഷ്, ബംഗ്ലാദേശ് പലതവണ ICCയെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചതായിരുന്നു. അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ബംഗ്ലാദേശ് ഇത്തവണത്തെ ടൂർണമെന്റ് കളിക്കാനുള്ള സാധ്യതയില്ലെന്നാണോ? T20 ലോകകപ്പിൽ ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ കളിക്കാനാകില്ല എന്ന് ബംഗ്ലാദേശ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. അതേ നിലപാട് ഇന്ന് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ബംഗ്ലാദേശ് സർക്കാരിന്റെ കായിക ഉപദേശകനായിട്ടുള്ള ആസിഫ് നസ്രൽ അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളുമായി ഒരു ചർച്ച ഇന്ന് നടത്തിയിരുന്നു. നേരത്തെ ബംഗ്ലാദേശിന്റെ T20 ക്യാപ്റ്റൻ ലിറ്റിൻ ദാസ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലൊരു അനിശ്ചിതത്വം വന്നപ്പോൾ കായിക താരങ്ങളെ പങ്കെടുപ്പിച്ച ഒരു ചർച്ച നടത്തിയില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ക്രിക്കറ്റ് താരങ്ങളെ കൂടി അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ള ഒരു തരത്തിലൊരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതനുസരിച്ച് ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ കളിക്കാനാകില്ല എന്നുള്ള നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് ബംഗ്ലാദേശ്. മാത്രമല്ല, ബംഗ്ലാദേശ് അവരുടെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ICC ഈ കാര്യത്തിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ കളിക്കാനാകില്ല എന്ന നിലപാട് എടുത്തു കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് അങ്ങനെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡിനെ പങ്കെടുപ്പിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ബംഗ്ലാദേശ് പിന്മാറി എന്നുള്ള തരത്തിൽ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇന്ത്യയിൽ കളിക്കാനാകില്ല എന്ന നിലപാടെടുത്ത് ബംഗ്ലാദേശ് പിന്മാറി എന്ന് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പോലും ICC ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വരി കൂടി നമ്മൾ അതിനോടൊപ്പം ചേർക്കേണ്ടി വരും. ഇതിന് ആധാരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതായത് ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷത്തിനെതിരെ നടന്ന ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിലെ കായിക താരങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പലയിടത്തും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏക താരമായ മുസ്തഫിസുർ റഹ്മാനെ പങ്കെടുപ്പിക്കരുത്, കൊൽക്കത്തൻ ടീമിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യം ആദ്യം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ മുന്നോട്ട് വെക്കുന്നു. പിന്നീട് BCCI അത് ഔദ്യോഗികമായി തന്നെ ഷാറുഖ് ഖാൻ ഉടമസ്ഥയിലുള്ള കൊൽക്കത്തയെ അറിയിക്കുന്നു. കൊൽക്കത്ത ഉടനടി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് യോഗം ചേർന്ന് അവർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരില്ല, ഇന്ത്യയിൽ IPL കളിക്കുന്ന ഒരു താരത്തിന് ഇങ്ങനെ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒരു ടീമായി വന്ന് ഞങ്ങൾ ഇന്ത്യയിൽ കളിക്കുമെന്നുള്ളൊരു ചോദ്യം അവർ മുന്നോട്ട് വെച്ചു. അതിന് പിന്നാലെ ICC ആദ്യഘട്ടത്തിൽ അവരുടെ അവരുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നതാണ്. അവരുടെ ആവശ്യത്തെ തള്ളുകയാണ് ചെയ്തത്. വീണ്ടും യോഗം ചേർന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ലോകകപ്പിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള തരത്തിലേക്ക് അവരുടെ തീരുമാനം പോകുന്നത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ICC കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുകൂടി നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. ബംഗ്ലാദേശ് ഇത്തവണ ഇന്ത്യയിൽ കളിച്ചിട്ടില്ലെങ്കിൽ അവർ ലോകകപ്പിനുണ്ടാകില്ല. മാത്രമല്ല, ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് ആകും ഇറങ്ങുക. അനീഷ, മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത്. പക്ഷേ ഈ T20 ലോകകപ്പിൽ കളിക്കാനില്ല എന്ന നിലപാട് ബംഗ്ലാദേശ് സ്വീകരിക്കുമ്പോൾ മറ്റു തലത്തിൽ കൂടി കൂടുതൽ നടപടിയിലേക്ക് ICC കടക്കാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? സ്വാഭാവികമായും നമ്മൾ അത് കാണേണ്ടി വരും. കാരണം ലോകകപ്പ് പോലെ T20 ലോകകപ്പ് പോലെ ഇത്രയും വലിയൊരു കായിക മത്സരം, പ്രത്യേകിച്ച് ക്രിക്കറ്റ് മത്സരം, ഒരു ടൂർണമെന്റ്, ആ ടൂർണമെന്റിൽ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഞങ്ങൾ കളിക്കാൻ ഇറങ്ങില്ല എന്ന് ബംഗ്ലാദേശ് പറയുമ്പോൾ അതിന് കൂടുതൽ ഫലം നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ബംഗ്ലാദേശ് മുന്നോട്ട് വെക്കേണ്ടതാണ്. പക്ഷെ അതിന് അവർ പറയുന്നത് ഇന്ത്യയിലെ പല സംഘടനകളും, അതായത് തീവ്ര ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ഈ ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിച്ചാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, മത്സരത്തെ അത് ബാധിക്കും. പ്രത്യേകിച്ച് IPL മത്സരങ്ങളൊക്കെ ബംഗ്ലാദേശ് താരത്തെ ഉൾപ്പെടുത്തി നടത്തിയാൽ ആ മത്സരം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുൾപ്പെടെ ഇന്ത്യയിലെ തീവ്ര ഹൈന്ദവ ചില സംഘടനകളുടെ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന് അവരെ ആശങ്കയിലാഴ്ത്തിയ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന്റെ താരങ്ങൾ ഉൾപ്പെടെ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ICCയുടെ നിലപാട് ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കാനില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കാൻ ഞങ്ങളില്ല എന്ന് ബംഗ്ലാദേശ് തീരുമാനമെടുത്ത സ്ഥിതിക്ക് അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയും പകരം സ്കോട്ട്ലൻഡിനെ കൊണ്ടുവരികയും ചെയ്യും. അനീഷ.